നമുക്ക് ആദ്യത്തേക്ക് റോളക്സ് കൊടുത്ത പോലെ ബേസിൽ എന്തെങ്കിലും കൊടുത്താൽ ഞാനങ്ങനെ സ്റ്റേജിൽ വെച്ച് പബ്ലിക്കായിട്ട് അല്ലെങ്കിലും ഇവനെ ഞാൻ പലപ്പോഴായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇനി ഞാൻ ഗിഫ്റ്റ് തരുമ്പോൾ നിങ്ങളെ വിളിച്ച് പറയുന്നതായിരിക്കും. ഇവന്റെ അടുത്ത് വന്ന് ഇവന്റെ പെർഫ്യൂം ഒന്ന് കൊടുത്തു നോക്കൂ. അത് ആര് ഗിഫ്റ്റ് എന്നാടാ? അതായത് ഞാൻ ഇവന്റെ അടുത്ത് ഞാൻ വെറുതെ പറഞ്ഞത് ഈ ഗൾഫിലൊക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ വരുമ്പോൾ ഞാൻ ചോദിക്കും നമ്മുടെ പെർഫ്യൂമിനൊക്കെ എന്താ വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമുക്കൊരു പെർഫ്യൂമൊക്കെ മേടിച്ചോണ്ട് വരും എന്ന് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു. പിന്നത്തെ ആഴ്ച ഞാൻ ദുബായിക്ക് ഏതോ പടത്തിന്റെ എയറിന്റെ പ്രൊമോഷന് പോകാൻ സമയത്ത് ഇവൻ അവിടെ പെർഫ്യൂമിനൊക്കെ എന്തായിരിക്കും വില മേടിച്ചു കൊടുത്താൽ ഞാനാണ് ഇവന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ്. അത് എനിക്ക് തന്നെ പിന്നീട് പലപ്പോഴും പണിയായിട്ട് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ പടത്തിൽ ഉൾപ്പെടെ എനിക്ക് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ സിനിമകളെല്ലാം സോറി പ്രദർശിപ്പിക്കാൻ, പക്ഷെ യു എയിലും സൗദിയിലും ഇത് പ്രദർശിപ്പിക്കുന്നില്ല. അതിന്റെ യു എയിലുണ്ട്, കുവൈറ്റിൽ ഇത് വാർത്ത വന്നാലും കുവൈറ്റില് കുറച്ച് ഷോട്ടുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സൗദിയിലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അത് ഓരോ രാജ്യങ്ങളുടെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം, നമുക്ക് അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. മറ്റു രാജ്യങ്ങളിൽ അവരുടെ നിയമം അങ്ങനെയാണ്. നമുക്ക് ഇപ്പൊ തൽക്കാലം അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പരമാവധി പറ്റുന്ന ഇത് പ്രശ്നമല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നന്നായിട്ട് ആൾക്കാർ സിനിമ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല. ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങളാണ്. അതല്ലാതെ ഇനിയും അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഈ റിലീസ് ചെയ്തപ്പോൾ സൈമൾട്ടേനിയസ്ലി ഔട്ട്സൈഡ് ഇന്ത്യ പല സ്ഥലങ്ങളിലും റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു പല കാരണങ്ങൾക്കും. അത് ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് അതും ഉണ്ടാവും. ഈ ഭേദഗതികൾ എല്ലാത്തിനെയും കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പല കാര്യങ്ങളും സൗദിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ 2019 പോയപ്പോ കണ്ടിട്ടുള്ള സൗദി അല്ല ഞാൻ പിന്നീട് 2023 പോയപ്പോ കണ്ടത്. അപ്പോ അതിനതിന് സമയം കൊടുക്കും. അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട്. ഇപ്പോ 2019 ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവായിട്ടാണോ റിഗ്രസീവായിട്ടാണോ നമ്മൾ മാറിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അധോഗതിയാണോ ഉണ്ടായിട്ടുള്ളത് എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾക്ക് എന്താ തോന്നുന്നു? പുരോഗതിയാണോ? എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് സംശയത്തില്ല. ഈ ബേസിലെ